എടാ, അവനൊരു 4-5 തവണ എന്റെ മുന്നിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഡ്രാമ മാത്രമായിരുന്നു. അവൻ എന്നെ പറ്റിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ വിഷം കഴിച്ചിട്ടിരിക്കുവാന്ന്. അവൻ പുളു പറഞ്ഞതാന്ന് കരുതി. എന്നാ നീ ചാകുന്ന കാണണമെന്നും പറഞ്ഞ് ഞാൻ അവന്റെ മുറി കിടക്കുന്ന കസേരയിൽ കാലുമേ കാലും കയറ്റിയിരുന്നു. അവൻ പറഞ്ഞു, ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ അർഹതയില്ലടാന്ന്, അതുകൊണ്ട് ഞാൻ പോവുകയാന്ന്. എന്റെ മുന്നിൽ കിടന്ന് അവൻ മരണപ്രാർത്ഥി പെടുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പം ഈ വൊമിറ്റ് ചെയ്തു. ബ്ലഡ് കട്ടയ്ക്ക് ബ്ലഡ് പുറത്തേക്ക് വരുമ്പോഴും ഇതെന്ത് തരം ഡ്രാമയാണെന്ന് കരുതി ഞാൻ കൗതുകത്തോടെ ആ ആക്ടിങ് എന്ത് ഗംഭീരമായ ആക്ടിങ് ആണെന്ന് കരുതി അതിൽ മുഴുകി രസിച്ച് ഞാനിരുന്നു. കുറെ കഴിഞ്ഞപ്പോ അവൻ കുഴഞ്ഞ് നിലത്തേക്ക് വീണു. കുറെ കൂടെ പിറച്ചു. അവസാനം പിറച്ചിലൊക്കെ തീർന്നു, നിശ്ചലമായി. അപ്പോഴും ഇത് ഡ്രാമയാണെന്ന് കരുതി ഞാൻ അവിടെ തന്നെ ഇരുന്നേ. ഒത്തിരി വിളിച്ചിട്ടും അവൻ മിണ്ടുന്നില്ല, അനക്കൊന്നുമില്ല. അപ്പൊ ഞാൻ അവനെ പോയി തൊട്ട് നോക്കിയപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ഇത് റിയൽ സൂയിസൈഡ് അറ്റംപ്റ്റാണ്. എനിക്കത് രക്ഷിക്കാൻ പറ്റിയില്ല. 5 തവണ സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് അവൻ എന്നെ കാണിച്ചില്ലേ? അതവന്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. 6ാമത്തെ തവണ അവൻ റിയൽ ആയിട്ട് ആത്മഹത്യ ചെയ്യുമ്പോ ഞാൻ രക്ഷിക്കരുത്. അങ്ങനെ കൂടപ്പുറപ്പിനെ പോലെ കണ്ട കൂട്ടുകാരന്റെ മരണം കണ്ട ആസ്വദിച്ചവനാ ഞാൻ. എന്റെ പെറ്റ തള്ളയോ കൂടപ്പുറപ്പുകളെയോ ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ലായിരുന്നു.